ക്രിസ്റ്റഫർ റീവിന്റെ സൂപ്പർമാൻ ഫ്രാഞ്ചൈസും ഹെൻറി കാവിലിന്റെ മാൻ ഓഫ് സ്റ്റീലുമാണ് ഇതുവരെയുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ്. സോ അത് തന്നെയാണ് ഞാൻ പുതിയ സൂപ്പർമാനിനെ എക്സ്പെക്ട് ചെയ്തത്. ആ ഒരു ടീസർ, ട്രെയിലർ, പുതിയ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ലെക്സ് ലൂഥർ വില്ലൻ എല്ലാം ഭയങ്കര പ്രോമിസിംഗ് ആയിരുന്നു. പക്ഷെ എന്തോ സിനിമ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് സമ്മാനിച്ചത്. ഐമാക്സിൽ എക്സ്പീരിയൻസ് നല്ലായിരുന്നു, പക്ഷെ ഒരു ആവറേജ് പ്രൊഡക്റ്റ് മാത്രം ആയതുകൊണ്ട് ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തില്ല. ഒരു ഗ്രൗണ്ടഡ് പൊട്ടൻഷ്യൽ ഉണ്ടായി, പക്ഷെ അതൊരു വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇത് എഴുതിയതും എക്സിക്യൂട്ട് ചെയ്തതും ജെയിംസ് ഗൺ ആണ്, വിശ്വസിക്കാനേ പറ്റില്ല. എനിക്ക് തോന്നുന്നുണ്ട് ജെയിംസ് ഗൺ മാർവലിൽ നിന്ന് ഇറങ്ങി നേരെ DC നിന്ന് പണിഞ്ഞതാണ്. ഫസ്റ്റ് ഹാഫ് ടോട്ടലി മെസ്സി ആൻഡ് വേസ്റ്റ് ആയിരുന്നു. ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതി, സീൻസ് പ്ലേസ് ചെയ്തത്, ലൂയി ക്ലാർക്കിന്റെ ആ ഒരു റൊമാൻറ്റിക് എപ്പിസോഡ്സ്, ജസ്റ്റിസ് ഗാങ് എന്ന് പറഞ്ഞ ഗാങ് ഉണ്ട്, അവരെ ഒന്നും മര്യാദക്ക് ഡെവലപ്പ് ചെയ്യാണ്ട് വെറുതെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ 1978 ലെക്സ് ലൂഥർ എന്ന വില്ലൻ, അതായിരുന്നു വില്ലൻ. നമുക്ക് ആ ഒരു വില്ലൻ തന്നെ ഫീല് കിട്ടും. ജീൻ ഹാക്മാൻ ആണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വില്ലൻ ഇത് ടിപ്പിക്കൽ മാർവൽ DC ഒരു വില്ലൻ, കുറെ ടെക്നോളജി അറിയുന്ന ഒരു ഭയങ്കര വീക്ക്ലി റിട്ടേൺ ക്യാരക്ടർ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പോകുന്ന ഫസ്റ്റ് ഹാഫ് നമ്മളിപ്പോ ഇഷ്ടപ്പെടാൻ നോക്കിയ പോലും നമുക്ക് പറ്റില്ല, അത്രയും പോലും കണക്ട് ആവില്ല. പിന്നെ ഫസ്റ്റ് ഹാഫില് സൂപ്പർമാൻ ക്രിപ്റ്റോടെ പറ്റി പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് മാത്രമാണ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഒരു സേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സൂപ്പർമാൻ ക്രിപ്റ്റോടെ കെമിസ്ട്രി അടിപൊളിയായിട്ട് കാണിച്ചത്. അതൊരു വിന്നർ തന്നെയായിരുന്നു, അവരുടെ കെമിസ്ട്രി, അവരുടെ ബോണ്ടിങ്, ഇതെല്ലാം. പിന്നെ സെക്കൻഡ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫിലേക്കാണ് കുറച്ചും കൂടെ ഭേദമായും തോന്നിയത്. മിസ്റ്റർ ടെറിഫിക് എന്ന ക്യാരക്ടറിനെ വളരെ നന്നായിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ അതിൽ അങ്ങനെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ കുറച്ച് രസമായിരുന്നു. പിന്നെ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്, അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സും എൻഗേജിങ് ആയിരുന്നു. ഭയങ്കര വാവ് ഫാക്ടറോ ഭയങ്കര പുതുമയൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു ആക്ഷൻ സീക്വൻസും ക്ലൈമാക്സിലെ രംഗങ്ങളും ഒക്കെ. ഡേവിഡ് കോൺസ്വെറ്റ് വാസ് സൂപ്പർ, വാസ് അമേസിംഗ് ആസ് സൂപ്പർമാൻ. ഭയങ്കര പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരുന്നു. ആ ഒരു വോയിസ്, ബോഡി ലാംഗ്വേജ്, വേ ഓഫ് ടോക്കിംഗ് എല്ലാം കൂടെ ടൈലർ മെയ്ഡ് റോൾ എന്ന് തന്നെ പറയാം. പിന്നെ എഡി ഗാദിഗി നന്നായിരുന്നു. പിന്നെ ബാക്കിയുള്ള കാസ്റ്റിനെ പറ്റി പറയേ വേണ്ട, അവര് വീക്കിലി റിട്ടേൺ ആയതുകൊണ്ട് കൂടുതലൊന്നും പറയാത്തതന്നെ നല്ലത്. പിന്നെ ഇതിൽ അടുത്ത സ്റ്റാൻഡ് ഔട്ട് സംഭവമാണ് ഇതിലെ വിഷ്വൽസ്. ഭയങ്കര പവർഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ സംഭവം തന്നെയാണ് കേട്ടോ. ഇതിൽ മോസ്റ്റ്ലി സൂപ്പർമാൻ ഭയങ്കര വീക്കാണ്. അപ്പൊ ഈ തിരിച്ചുവരവ്, സേവിങ് മൊമെന്റ്സ്, ഫാമിലി മൊമെന്റ്സ്, ഇതെല്ലാം ഭയങ്കര വേറെ ലെവലായിട്ട് ക്യാപ്ചർ ചെയ്യണം. പിന്നെ ഇതിലെ കുറെ സൂപ്പർമാന്റെ ഷോർട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു വാൾപേപ്പർ ആക്കാം, അത്രയും മനോഹരമായിരുന്നു. പിന്നെ മ്യൂസിക് സൂപ്പർ ആയിരുന്നു. നമുക്ക് ആ ഒരു ഗൂസ് ബംസ്, ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് കിട്ടും. അതേപോലെ രോമാഞ്ചം വരും, ഓരോ വട്ട സ്കോറിംഗ് വരും, അത്രയും നന്നായിട്ടാണ് സ്കോറിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 എൻഡ് ക്രെഡിറ്റ്സ് ഉണ്ട്, അത് ടോട്ടലി വേസ്റ്റ് ആയിരുന്നു. 2-3 ക്യാമിയോസും ഉണ്ട്, അതും വലിയ എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർമാൻ ഇസ് ഫൈൻ. പക്ഷെ അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒട്ടും മെമ്മറബിൾ അല്ലാത്ത ഒരു ഫോഗറ്റബിൾ റീബൂട്ട് സംഭവമേ ഉള്ളൂ സൂപ്പർമാൻ.